ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളെല്ലാവരും കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ വീടിന്റെ അതെന്താണെന്ന് കുറച്ചൊരിക്കൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞാൻ എന്താണ് കുറച്ച് ദിവസമായിട്ട് പറയണതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ റിനോവേഷന്റെ കാര്യമാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ റിനോവേഷൻ എവിടത്തോളം ആയി, എങ്ങനെയൊക്കെ ആയി എന്നൊക്കെ നമ്മുടെ ഷോർട്സിലും കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലോങ് വീഡിയോ ഇപ്പൊ ഇടുന്നത് വളരെ കുറവാണല്ലോ, കാരണം നമുക്ക് എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് രാവിലെ പണി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പൊടി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു വെച്ചപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തക്കു എങ്ങനെയാണ്, കിച്ചൺ ആണോ, എവിടെയാണ്, എന്താണ്. ഞങ്ങൾ കട്ട വെയിറ്റിംഗിലാണ്, അധികം വൈകാതെ തന്നെ വീഡിയോ ഇടണം. അപ്പൊ ആ കാര്യങ്ങൾ കാട്ടാൻ പോണേണ്. അത് നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ട് നമ്മൾ ഏൽപ്പിച്ചിരുന്ന പണി ഫുൾ ഫിനിഷ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇടയ്ക്ക് കൂടി നമ്മളിപ്പോ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ വേറെ എങ്കിലും കൂട്ടിച്ചേർക്കുമല്ലോ. അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിച്ച പണി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിൽ കുറച്ച് സാധനങ്ങളും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്കൊരു ഞായറാഴ്ച ആയിട്ട് നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാർ അത് വന്ന് സെറ്റ് ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്കുള്ള നമ്മുടെ വീട്ടിന്റെ പരിപാടികളെല്ലാം മെയിൻ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങള് നിങ്ങളെയും കൂടി കാണിച്ചു തരാനായിട്ട് ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും കേറിയിട്ട് ഞങ്ങൾ ഡോറൊക്കെ അടച്ചിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് കയറിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി, പ്രത്യേകിച്ച് നമ്മൾ രാത്രിയായിട്ട് എടുത്തത് വേറെ ഒന്നും അല്ല കേട്ടോ. രാത്രി ആവുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ അറേഞ്ച് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ഹോം ടൂർ പോലെ വീഡിയോ ഒക്കെ വേറെ എടുക്കാം. ഇപ്പൊ പണി എന്തായെന്നുള്ളതും എന്താണ് ചെയ്യണമെന്നുള്ളതും കുറെ പേര് വേഗം തന്നെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വീടിന്റെ അകത്തേക്ക് പോകാം. അപ്പൊ നമ്മള് നമ്മുടെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് പോകാൻ പോവുകയാണ്. അകത്ത് നമ്മൾ ചെയ്തത് കുറെ ദിവസമായി നമ്മുടെ വീട് കണ്ടിട്ടായിരുന്നു. നമ്മുടെ വീടിന്റെ വിസിറ്റിംഗ് റൂമിന്റെ ലുക്ക് ഇതാണ്. ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമുക്ക് കബോർഡിൽ നമ്മൾ കുറെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഹോം ടൂർ ഒക്കെ ചെയ്തപ്പോ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കബോർഡിൽ നമ്മളൊരു പ്ലൈവുഡും മൈക്കൊക്കെ ചേർത്തിട്ട് ഒരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ പ്ലൈവുഡ് മൈക്കയിൽ ചെയ്തേക്കണം. അപ്പൊ അങ്ങനെ നമ്മളൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെട്ടമില്ലാത്ത രീതിയിൽ കാണിച്ചു തരാട്ടോ. വെട്ടമൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് സുധുവിനും ചേട്ടനും വീട്ടിനകത്ത് എത്രത്തോളം വെട്ടം കൊണ്ടുവരാൻ പറ്റുമോ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറേ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പണിയുടെ വീടുകൾക്കെല്ലാം ഇങ്ങനെ വോളിൽ നിന്നൊക്കെ ലൈറ്റും അതിന്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിലും ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആർച്ച് ഉണ്ടായിരുന്നതിനെ ഞങ്ങൾ ഇങ്ങനെ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ആർച്ച് നമ്മള് പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ ആർച്ചിനെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മള് കുറച്ച് കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ വീട് പണി തുടങ്ങി ചെയ്യണത്. മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടല്ല നമ്മൾ കയറിയത്. അപ്പൊ ഇതൊരു 10 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് നമ്മളിപ്പോ ചെയ്തേക്കണത്. അപ്പൊ നമ്മൾ ഇതിന് നമ്മളിങ്ങനെ പ്ലൈവുഡ് പ്ലൈവുഡ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് അതിനൊരു ഡോറും കൂടി കൊടുത്തിട്ടായിരുന്നോട്ടേന്ന് എഴുതി. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഡോറ് കൊടുക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഡോറ് ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോറ് തുറന്ന് നമ്മൾ പുതിയതായതുകൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ തുറന്നു വരുമ്പോ ഇവിടെ ഒരു TV യൂണിറ്റ് കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് നമ്മളൊരു കിടുക്കാച്ച TV യൂണിറ്റ് ആണെന്ന് നിങ്ങൾ പറയണം. സന്തോഷം കൊണ്ടാണ് നിങ്ങൾ പറയണത്. ഇവിടെ നമുക്കൊരു കബോർഡ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിരിട്ടായതുകൊണ്ട് നമ്മൾ സൂപ്പർ ലൈറ്റ് നമ്മുടെ മോറ് കാണില്ല, അല്ല മോറല്ല, എന്റെ മുഖം കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെട്ടൂലാണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സുഖപ്പനായിട്ട് ലൈറ്റ് ഇട്ട് വന്നപ്പോ ഞാൻ സുഖം അങ്ങോട്ട് തിരിഞ്ഞു പോകണ്ടപ്പോഴേക്കും ഞാനിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഖം ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് പോയതാണ്. അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് അപ്പൊ നമ്മൾ ഇവിടെയും ഒരു ഷോക്കേസ് റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു TV യൂണിറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ക്ലിയർ എല്ലാം വിശദീകരിച്ച ഒരു വീഡിയോ വരുന്നതായിരിക്കും ഇനി. അതെ, പണി എങ്ങനെയൊക്കെയാണ് നടന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് ആഫ്റ്ററും ബിഫോർ എന്നുള്ള അതൊരു സംഭവം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ
ടി വി യൂണിറ്റിനാണെങ്കിൽ ഇവിടെ കുറച്ച് കബോർഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കബോർഡ് കൊടുത്തേക്കുന്നതിന് നമ്മള് ഇവിടെ നമ്മളിങ്ങനെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. കബോർഡിന് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഹാൻഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇനി നമ്മൾ കുറച്ച് പണിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല, നമ്മൾ കൊടുത്ത വേറെ കുറച്ച് പണിയും കൂടി, ആ കുറച്ച് പണിയും കൂടി ചെയ്യുമ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാർക്ക് വേറെ കുറച്ച് ഇപ്പൊ ഓണാവുമ്പോ എല്ലാവരും കുറെ പണികളൊക്കെ ഇങ്ങനെ ചെയ്യിക്കുമല്ലോ. അപ്പൊ അതിന് വേറെ സ്ഥലത്തേക്ക് കുറച്ച് പോകേണ്ട വന്ന കാരണം അപ്പൊ അവര് അങ്ങനെ പോയി. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയ ധൃതി ഇല്ലല്ലോ, പൊടിയും കാര്യങ്ങളുള്ള പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ടി വി വെച്ചിട്ടില്ല. അപ്പൊ ടി വി വെക്കണം. ടി വി നമ്മുടെ സുഖത്തിന്റെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ജനൽ ഇങ്ങനെ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഓപ്പൺ ഇപ്പൊ തുറക്കുകയും ചെയ്യാം, കാറ്റും വെളിച്ചം നമുക്ക് കയറുകയും ചെയ്യാം, എന്നാലിട്ട് നല്ല ഭംഗിയാവും. സുനിച്ചേട്ടനൊക്കെ ഭയങ്കര വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. കാരണം നമ്മളിതൊന്നും ചെയ്യണേക്കും പ്ലാൻ ചെയ്യണേക്കും മുമ്പ് തന്നെ സുനിച്ചേട്ടൻ ഇങ്ങനെ ഒരേ ഫോട്ടോസൊക്കെ എനിക്ക് എപ്പോഴും ഇട്ട് തരുമായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യണമെന്ന്. ഇത് ചേട്ടൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇത്രയും യൂണിറ്റ് മാത്രമേ ഞങ്ങൾ സെറ്റ് ചെയ്തോളൂ. സുനിച്ചേട്ടൻ്റെ വലിയൊരു ഡ്രീമും കൂടി ചെയ്യാനായിട്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടാ. പിന്നെ നമ്മൾ ഇവിടെയും കൂടി ഒരു സ്റ്റോറേജ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറേജ് ഒരു ചെറുത് ഇതെന്തായാലും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ ഇത് അടച്ച് കളയാമെന്നും ഇവിടെ താഴെ മാത്രം ഒരു സ്റ്റോറേജ് കൊടുക്കാമെന്നുമാണ് നമ്മൾ തീരുമാനിച്ചത്. വരാനുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഹാൻഡിൽ വന്നിട്ടില്ല. പിന്നെ ഞാനിത് ഇവിടെ നമുക്ക് ഇനി ഗ്ലാസ് ഇടാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മള് മറ്റേ നമ്മുടെ ഒരു ഫുൾ ഇതായിട്ട് നമ്മളൊരു ഹോം ടൂർ പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്നും കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീടിന്റെ ഈ ഒരു കൊച്ചു മേക്കവർക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പൊ ഇതെല്ലാവരും സ്പീഡിൽ വേഗം കാണിച്ചു തന്നൊന്നും പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ധൃതി പിടിച്ച് അങ്ങനെ കാണിച്ചു തരാമെന്ന് കരുതിയത്. പിന്നെ അതല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് എത്രത്തോളം ആകാംക്ഷയായിരുന്നെന്നറിയോ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത്. സുനിച്ചേട്ടൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴും സുധു വരുമ്പോഴും ഒക്കെ ആകാംക്ഷ പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവര് ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പിന്നാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മുടെ ടേബിളിനെ നമ്മൾ ഇപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടികളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു മേക്കോവറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അല്ലേ സുധപ്പ? അതെ. സുധപ്പനും ഭയങ്കര ആകാംക്ഷയായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ഒട്ടിച്ചാ ലൈറ്റ് ഇട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മുടെ ഹോം ടൂറൊക്കെ ആയിട്ട് ഞാൻ വഴിയെ വരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം, മേക്കോവറൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യിക്കണം കേട്ടോ. അപ്പൊ നല്ല അടുത്ത അടിപൊളി വീഡിയോകളുണ്ട്. എൻ്റെ കുറച്ച് ഞാൻ എടുത്തു വെച്ചേക്കുന്ന വീഡിയോകളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഇങ്ങനെ പണികളൊക്കെ ആയതുകൊണ്ടേ തിരക്കായി പോയി. അപ്പൊ പുറകെ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.